എവരിഡേ എഞ്ചിനീയറിംഗ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഫെസിലിറ്റി മെയിൻ്റനൻസ് എന്ന ഒരു പുതിയ വിഷയമാണ് ഞങ്ങളിപ്പോൾ അവതരിപ്പിക്കുന്നത്. ധാരാളം ജോലി സാധ്യതയുള്ളതും ധാരാളം ബിസിനസ് അവസരങ്ങളും പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ് ഫെസിലിറ്റി മെയിൻ്റനൻസ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അധികം പേർക്ക് പരിചിതമല്ലാത്ത ഒരു മേഖല കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് വളരെയേറെ സാധ്യതയുള്ള ഈ ഫെസിലിറ്റി മെയിൻ്റനൻസ് എന്നുള്ള ഒരു വിഷയം ഞങ്ങൾ ഈ എപ്പിസോഡിൽ പ്രതിപാദിക്കുന്നത്. എന്താണ് ഫെസിലിറ്റി? ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ബിസിനസ് സുഗമമായി നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളെയാണ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അതിനകത്ത് കെട്ടിടങ്ങൾ, ഇലക്ട്രിക്കൽ പവർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, എയർ കണ്ടീഷനിങ് സിസ്റ്റം, ലൈറ്റിംഗ് സിസ്റ്റം, പ്ലംബിംഗ് സിസ്റ്റം, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സിസ്റ്റം, ലിഫ്റ്റ്, UPS, CCTV, സോളാർ പവർ പ്ലാന്റ്, വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം, ഓഫീസ് സിസ്റ്റംസ്, ഇതുപോലുള്ള അനേക കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഫെസിലിറ്റി മെയിൻ്റനൻസ് എന്താണ്? നാം നേരത്തെ കേട്ടു, ഒരു ബിസിനസ് സംരംഭം നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായിരിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളെയാണ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഭൗതിക സാഹചര്യങ്ങളെ അവയുടെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമായിട്ട് നടത്തേണ്ടുന്ന മെയിൻ്റനൻസ്, അതാണ് ഫെസിലിറ്റി മെയിൻ്റനൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ ഫെസിലിറ്റി മെയിൻ്റനൻസ് നടത്തുകയാണെങ്കിൽ ഈ സാഹചര്യങ്ങളുടെ ലഭ്യതയും അവയുടെ സുഗമമായിട്ടുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് സാധിക്കും. ഫെസിലിറ്റി മെയിൻ്റനൻസ് എന്നുള്ളത് ഫെസിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സ്ഥാപനത്തിലെ പീപ്പിൾ, ടെക്നോളജി, പ്ലേസ്, പ്രോസസ്സ് ഇവയെല്ലാം കൂടി ക്രോഡീകരിച്ചുള്ള എല്ലാ സംവിധാനങ്ങളെയും ക്രമപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ക്രമീകരണത്തെയാണ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫെസിലിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ് ഫെസിലിറ്റി മെയിൻ്റനൻസ്. എന്നാൽ എന്തെല്ലാം സർവീസുകൾ ഈ ഫെസിലിറ്റി മെയിൻ്റനൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്? ക്ലീനിങ്, ഹൗസ് കീപ്പിംഗ്, കൂടാതെ തന്നെ ധാരാളം വീടുകൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ വീട്ടിൻ്റെ ഉടമസ്ഥൻ സ്ഥലത്തില്ലാതെ ധാരാളം വീടുകൾ ഉണ്ട്. ഈ വീടുകളൊന്നും കൃത്യമായ രീതിയിലുള്ള മെയിൻ്റനൻസ് നടത്തി പോകുന്നില്ല. ആ വീടിൻ്റെ ചുറ്റുപാടുകളെല്ലാം കാടുകൾ കയറിയും ശരിയായ രീതിയിലുള്ള സംരക്ഷണം ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ഈ സർവീസുകൾ കൊടുക്കാനായിട്ട് ധാരാളം അവസരങ്ങളുണ്ട്. ഇനി ഒരു വ്യവസായ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഹോസ്പിറ്റൽസ് ഇവയിലെല്ലാം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്ക്സ്, AC വർക്ക്സ്, CCTV, ഇൻവേർട്ടർ, ബാറ്ററി, UPS, സോളാർ പവർ പ്ലാന്റ്, ബയോഗ്യാസ് പ്ലാന്റ് എന്നിവയുടെ പ്രവർത്തനത്തിന് ഈ ഫെസിലിറ്റീസ് മെയിൻ്റനൻസ് മേഖലയിൽ ധാരാളം അവസരങ്ങളുണ്ട്. ഇനിയും കൂടാതെ തന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഓഡിറ്റ് വീടുകളിലും സ്ഥാപനങ്ങളിലും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സർവീസാണ്. അതുകൂടാതെ തന്നെ എനർജി ഓഡിറ്റ്, ഇതും വീടുകളിലും സ്ഥാപനങ്ങളിലും ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസാണ്. അതുകൂടാതെ തന്നെ ആ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ വീടുകളിൽ ആവശ്യമായിരിക്കുന്ന മറ്റ് ഏതൊരു രീതിയിലുള്ള മെയിൻ്റനൻസുകളും നടത്തി കൊടുക്കാനായിട്ട് ഈ ഫെസിലിറ്റി മെയിൻ്റനൻസിന് മുഖേന സാധിക്കുന്നതാണ്. അതുകൊണ്ട് ധാരാളം അവസരങ്ങളുള്ള ഈ മേഖല, ധാരാളം തൊഴിലവസരങ്ങളും ബിസിനസ് അവസരങ്ങളും ഉള്ള ഈ മേഖലയെ ആളുകൾക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് ഞങ്ങൾ ഈ എപ്പിസോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞങ്ങളുടെ അടുത്ത അധ്യായങ്ങളിൽ ഞങ്ങൾ നൽകുന്നതാണ്. താങ്ക് യു.